ശ്രീ ഗണപതയെ നമഃ. വിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. തൊട്ടാത്ത രേവതിയും കൂടി ഒന്ന് പറയുവാണ് ഈ മാസത്തെ ഫലം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തി ഓൾ എന്നുള്ളൊരു വിഭാഗം തൊട്ട് വെച്ചാൽ വീഡിയോയൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. തൊട്ടാത്ത നക്ഷത്രത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഉദ്യോഗ കയറ്റമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അതിന് അറിയിപ്പൊക്കെ വരും. ദാമ്പത്യ കലഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒത്തുതീർപ്പാകാനുള്ള സാധ്യതയുണ്ട്. പ്രണയത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്, അത് പുഷ്പിക്കുന്നൊരു സമയമാണ്. പിന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് പുതിയൊരു ഉന്മേഷത്തിന് ഇടയാക്കും. ജോലി ചെയ്യുന്നത് സമാധാനമൊക്കെ ഉണ്ടാകും. പുതിയ എന്തെങ്കിലും പദ്ധതികളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ പ്രോത്സാഹനമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. തൊഴിലിൽ നിന്ന് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ആനുകൂല്യം കിട്ടാൻ താമസമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ട്. പിന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ കുറച്ച് 2-3 ദിവസം ഇച്ചിരി പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശനീശ്വരൻ ക്ഷേത്രത്തിൽ പോയി കൊണ്ടൊരു വഴിപാടൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. രേവതി നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും നേരത്തെ തീരുമാനിച്ച കാര്യങ്ങൾ ഭംഗിയായി നടപ്പാക്കാൻ സാധിക്കും. ശത്രുക്കളുടെ ഒരു കാര്യവും നിങ്ങളുടെ അടുത്ത് നടക്കത്തില്ല. അത് നിശബ്ദമാക്കാൻ സാധിക്കും അവരെയൊക്കെ നിങ്ങൾക്ക്. ഈ ഒരു മാസം തീരുന്നതിനുള്ളിൽ അത് സംഭവിക്കും. ധനപരമായിട്ട് നല്ല സമയമല്ല, എന്നാൽ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ നടന്നും പോകും. സഹപ്രവർത്തകരൊക്കെ സഹകരണത്തോടെ കൂടെ ഉണ്ടാകും. ബിസിനസ്സിലൊക്കെ അവർ വിശ്വസിക്കും. പരസ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യും കേട്ടോ. നിങ്ങളുടെ ഈ ബിസിനസ്സിൽ ജീവിത രീതിയിൽ മാറ്റം വരുത്താനൊക്കെ സാധ്യതയുണ്ട്. നല്ലതാണത്. നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി വേറെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ സമയം ഒന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. കലാകാരന്മാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല അവസരം ലഭിക്കും. സാഹിത്യകാരന്മാർക്കും നല്ല പ്രവർത്തന മേഖല കണ്ടെത്താൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ 2 നാളുകളെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ദോഷങ്ങൾ ചെറുതായിട്ട് ഈ വരുന്ന ദിവസങ്ങളിലുണ്ട്. ഈ 2 നാളിനും ഉണ്ട്. ഈ വരുന്ന ഇപ്പോൾ 2-3-4 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ അടുത്ത ക്ഷേത്രങ്ങൾ, തൊട്ടടുത്ത ക്ഷേത്രം ഏതാണെങ്കിലും അവിടെ പോയിട്ട് ശക്തിയാൽ കഴിയുന്ന വഴിപാടുകൾ, ശത്രുസംഹാര പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ ഒക്കെ നടത്തുന്നത് നന്നായിരിക്കും. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അടുത്ത ക്ഷേത്രങ്ങളിൽ പോവുക. ശനീശ്വരൻ അമ്പലം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവർക്ക് നന്ദി, നമസ്കാരം.